സ്വയം പര്യാപ്തതയുടെ പാതയിൽ ഭാരതം കൈവരിച്ച ഏറ്റവും വലിയൊരു മുന്നേറ്റത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും ലോകം അത്ഭുതത്തോടെ ഭാരതത്തിന്റെ സാങ്കേതിക തികവിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു യുഗത്തിലേക്കാണ് നമ്മൾ ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ദീർഘവീക്ഷണത്തിന് മറ്റൊരു വൻ വിജയം കൂടി വന്നിരിക്കുകയാണിപ്പോൾ. നമ്മുടെ DRDO ഇല്ലേ, അതിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത അത്ഭുത സാങ്കേതിക വിദ്യയുടെ വാർത്തയിലേക്കാണ് പോകാനുള്ളത്. ഇനി ഭാരതത്തിന് മുന്നിൽ വിദേശ രാജ്യങ്ങൾക്കൊക്കെ കൈകൂപ്പി നിൽക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം കൂടി ഈ ഒരു വാർത്തയ്ക്ക് മുന്നേ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത പ്രകാരം DRDOയുടെ കീഴിൽ പൂനെയിൽ പ്രവർത്തിക്കുന്ന R&DE എഞ്ചിനീയേഴ്സ് വിഭാഗം തികച്ചും തദ്ദേശീയമായ ഒരു റേഡോം നിർമ്മിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. എന്താണ് ഈ റേഡോം? സിമ്പിളായി തന്നെ പരിശോധിക്കാം. ഒരു പോരാളി വിമാനത്തിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത്, അതായത് നോസ് സെക്ഷൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു പ്രത്യേക കവചമാണ്. ഇതിനുള്ളിലാണ് വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട റഡാർ ആൻറ്റിന സ്ഥിതി ചെയ്യുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നും മറ്റ് തടസ്സങ്ങളിൽ നിന്നും റഡാറിനെ സംരക്ഷിക്കുന്നതും അതേസമയം റഡാർ തരംഗങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും വരുത്താതെ പ്രവർത്തിക്കാൻ സഹായിക്കുകയുമാണ് ഇതിൻ്റെ ദൗത്യം. മുൻപ് വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതുക നൽകി ഇറക്കുമതി ചെയ്തിരുന്ന ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ പൂർണ്ണമായും ഭാരതത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വെറും ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫൈബർ കവചമല്ല. കഠിനമായ കാറ്റിനെയും പ്രതികൂല അന്തരീക്ഷത്തെയും അതിജീവിച്ച് റഡാർ തരംഗങ്ങളെ 100% വ്യക്തതയോടെ കടത്തിവിടാൻ ഇതിന് സാധിക്കും. റെസിൻ ഫിലിം ഇൻഫ്യൂഷൻ എന്ന അത്യാധുനിക നിർമ്മാണ രീതിയിലൂടെ നിർമ്മിച്ച ഈ ഒരു റഡോം ഭാരതത്തിൻ്റെ അത്യാധുനിക പോരാളി വിമാനമായ നമ്മുടെ തേജസ് MK-1A വേണ്ടി മാത്രമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ എല്ലാവിധ കർശന പരിശോധനകളും ഇത് വിജയിച്ചു എന്നതും എടുത്തു തന്നെ പറയണം. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും വിമാനത്തിനും അതിലെ റഡാറുകൾക്കും സുരക്ഷയൊരുക്കാൻ ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ആകാശത്ത് വെച്ച് നേരിടേണ്ടി വന്നേക്കാവുന്ന മഞ്ഞുവീഴ്ച, ശക്തമായ മഴ, മിന്നൽ എന്നിവയെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ഇടിമിന്നലിൽ നിന്ന് സെൻസിറ്റീവായ റഡാറിനെ സംരക്ഷിക്കാൻ ഡൈവേർട്ടഡ് സ്ട്രിപ്പുകൾ ഇതിലടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, മഴ മൂലമുള്ള തേയ്മാനം തടയാനും ആൻറ്റി സ്റ്റാറ്റിക് പ്രവർത്തനം ഉറപ്പാക്കാനും അനുയോജ്യമായ പ്രത്യേക കോട്ടിങ്ങും ഇതിന് നൽകിയിട്ടുണ്ടെന്നതും എടുത്തു തന്നെ പറയണം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ഭാരതം ലോകത്തിന് മുന്നിൽ വീണ്ടും തങ്ങളുടെ മേധാവിത്വം തെളിയിച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത ഈ പ്രൊഡക്ഷൻ സാങ്കേതിക വിദ്യ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഇതുവഴി ഇനി പുറത്തു വരാൻ പോകുന്നത് 100 കണക്കിന് തേജസ് MK-1A വിമാനങ്ങൾക്ക് ആവശ്യമായ റഡോമുകൾ ഭാരതത്തിൽ തന്നെ വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നതും എടുത്തു പറയണം. ഇത് തേജസ് MK-1A മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഭാവിയിൽ ഭാരതം നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ തേജസ് MK-2, 5ാം തലമുറ പോരാളി വിമാനമായ AMCA, നമ്മുടെ അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, മറ്റ് എയർബോൺ സർവെയിലൻസ് സിസ്റ്റങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ സാങ്കേതിക വിദ്യ അടിത്തറയാകുമെന്നതും അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ അവസാനിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളുടെയും DRDO ശാസ്ത്രജ്ഞരുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തിൻ്റെയും ഒരു വലിയ ഫലം തന്നെയാണിത്. എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.